rare rare. ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റോണ്ടർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുമ്പോൾ പടത്തിൻ്റെ പേര് ജയദേവ് പാർട്ട് 2. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അജയ് ദേവ്ഗൻ, ചക്രപ്രീത് സിംഗ്, ആർ മാധവൻ, ഗൗതമി കപൂർ, മീസാൻ ജഫ്രി, ജാവേദ് ജഫ്രി, പിന്നെ തബു, യായ ഹണി സിംഗ്, അസ്ഗാമിയ, ഇവരൊക്കെയാണ്. പണ്ട് ഡയറക്റ്റ് അൻഷൻ ശർമ്മ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലവ് രഞ്ജനയാണ്. മീൻസ് തൂജുട്ടി മേമക്ക എന്ന് പറഞ്ഞ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് നമ്മുടെ രൺബീർ കപൂറിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയായിരുന്നു അത്. അത്യാവശ്യം ഹിറ്റടിച്ചൊരു സിനിമയും കൂടി കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഈ പ്യാർ കാ പഞ്ചമിയും അങ്ങനത്തെ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയുള്ളത്. നമ്മുടെ പേര് കാർത്തിക് ആര്യൻ്റെ പടമാണ്. അതും ഇത് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കണക്കത്തെ തൂക്കി സിറ്റി അതങ്ങേരാണ്. പിന്നെ അങ്ങനെ അപ്കമ്മിങ് കാർത്തിക് ആര്യൻ്റെ കേട്ടോ, പേര് വന്നിട്ടില്ല. അങ്ങനെ ഉള്ള സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആവിസ് റാൻ എന്ന് പറഞ്ഞ ഒരാളും, ഒരു പഞ്ചാബി ടൈപ്പ് ആളാണ്. അത് കുറച്ച് അത് നമുക്ക് അറിയാവുന്ന കാര്യം. പിന്നെ യോയോ ഹണി സിംഗ് കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ അതിനുണ്ടോ അറിയുന്നത് നോക്കട്ടെ, വേറെ ആരില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ സുധീർ കെ ചൗധരി, എഡിറ്റർ ചേതൻ സലങ്കി. ഇന്ന് കാസ്റ്റ് ഡയറക്ടർ ആരുടെ രജിത കപൂർ, വിക്കി സിഡാന. ആരുടെ എഡിറ്റർ അത്തിൻ ദൂബെ, കോസ്റ്റ്യൂം ഡിസൈനർ ഋഷി ശർമ്മ, ഇതിൽ കെ വേർമയാണ്. ഇത് എത്രയാണ് പടത്തിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ. പടം കണ്ട് ചോദിച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് അബവ് ആവറേജ് ഫിലിം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഇത്രയും 150 കോടിക്ക് എടുത്തിട്ടല്ലടാ ഇത്രയും ബഡ്ജറ്റ് കുറയ്ക്കായിരുന്നു തോന്നിപ്പോയിട്ട്. ശരി വന്നു എനിക്ക് ബഡ്ജറ്റ് ഉണ്ട് ഇപ്പോൾ. എന്താ വെച്ചാൽ കാരണം 150 കോടി ബഡ്ജറ്റിൽ എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ കണ്ടിട്ട്. കാസ്റ്റിംഗ് വൈസ് എന്താണെന്ന് വെച്ചാൽ കാരണം പടം ഇങ്ങനെ പോയി നോക്കിയാലും പടം ഫുള്ളായിട്ട് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 50 കോടി, സോറി 50 അല്ല 75-90 സംതിങ് കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണെന്ന് തോന്നിയത്. ഇത്രയും ബഡ്ജറ്റൊക്കെയാണ് നമ്മുടെ ഇങ്ങനത്തെ പടത്തിന് മറ്റേ വെറുതെ പടത്തിന് വരണത് പിന്നെ മറ്റേ പടത്തിന് അറിയാലോ അഖിൽ പ്രൊഡ്യൂസർ, അതുകൊണ്ട് അങ്ങനെ കുറച്ച് പൈസ അടിച്ചു മാറ്റും. മറ്റേ ബിരിയാണി അതുകൊണ്ട് അത് 150 കോടി കൂടി ശരിയായിപ്പോയി. പിന്നെ സിനിമ അങ്ങനെ ഏമയാണല്ലോ, അങ്ങനെ നല്ല പൈസ വാങ്ങിക്കും. അതിലോട്ട് പുറത്ത് ഇതിലോട്ട് തുടങ്ങുക. ബഡ്ജറ്റ് കുറയ്ക്കായിരുന്നു. എനിക്ക് ചില സമയത്ത് സിനിമ ബഡ്ജറ്റ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി 90 കോടി അല്ലെങ്കിൽ 75 90 അതിൻ്റെ അടുത്തിട്ട് എന്തോ തോന്നിപ്പോയി. അല്ലാതെ 150 കോടിക്കുള്ളൊരു സ്റ്റഫ് തോന്നിയില്ല.
പിന്നെ പടത്തിൻ്റെ ഡ്യൂറേഷൻ വേണ്ടായിരുന്നു. 2.5 മണിക്കൂറുണ്ട്, പക്ഷെ കുറച്ച് ക്രിഞ്ച് സീൻസ്, കുറച്ച് ക്രിഞ്ച് സീനുണ്ട്. ഈ സിക്സ് പാക്ക് കെട്ടല് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റായിരുന്നു. മീസ ജഫരിയുടെ പിന്നെ എനിക്കിതിൽ ഒരു സംഭവമുണ്ട്. എന്താന്ന് വെച്ചാൽ ആരുടെ ഇൻട്രോ എന്ന് ഞാൻ മറന്നുപോയി. ആളുടെ ഇൻട്രോ ഉണ്ട് കേട്ടോ. ഒരു സാധാരണ ഇൻട്രോ മതി, പക്ഷേ ഒരു സിനിമയിൽ ഒരു ക്യാബ് ഡ്രൈവറായിട്ട് ഒരാളെ അഭിനയിച്ചിട്ടുണ്ട്. ആളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങേര് നൈസായിട്ട് ഈ സിനിമയായിട്ട് മറ്റേ സിംഗം കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സൂര്യണ്ണൻ്റെ സിംഗമല്ല, അജയ് ദേവ്ഗൻ്റെ സിംഗം. അത് കോപ്പി ഓണേഴ്സിലുള്ള സിനിമയാണ്, ജോയി ഷെട്ടിയുടെ. അപ്പോൾ അത് ഈ കോപ്പി ഓണേഴ്സിലെ എല്ലാ പടത്തിലും ഒരു സാധനമുണ്ട്, സ്കാറ് മീൻസ് ലോജിക്കും ക്യാറ്റും ഒന്നും നോക്കാതെ പടം കാണുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, മീൻസ് പ്രത്യേകിച്ച് മാസ് മസാല സിനിമകളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സിനിമകളാണ് ഇതിലുള്ള. പക്ഷെ സിംഗമൊക്കെ കുറച്ച് ഡിസപ്പോയിൻ്റ് ആയിരുന്നാലും അപ്പോൾ വേറെ ആയിരുന്നു പേഴ്സണലി. ഇപ്പോൾ സൂര്യനെ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഇൻട്രോ ഒക്കെ ഇഷ്ടപ്പെട്ടു, ബട്ട് പിന്നീട് എന്തൊരു അത് തോന്നിപ്പോയി. അതിനെ കുഴപ്പമില്ലായിരുന്നു. എന്തിലോട്ട് അതിൻ്റെ കാര്യം വിട്ടളയ. അതിലുള്ള ആ യൂണിവേഴ്സിലോട്ട് കുണയ്ക്കാൻ നിൽക്കുന്നുണ്ടായത് തലമണ്ടി കിട്ടിച്ചേരുന്നുണ്ടെങ്കിൽ അതെന്തിനാണ് റെഫറൻസ് കൊടുത്ത് കയറ്റിയത്? ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യം ഒട്ടുമില്ല. അതൊരു ക്രിഞ്ച് സീനായിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം കോപ്പി യൂണിവേഴ്സിറ്റി കുത്തി കയറ്റുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷൻ പടം ചെയ്യുമ്പോൾ അത് കുത്തി കയറ്റുക. അല്ലാതെ ഇത് റോം കോമാന്നുള്ള ബോധം പോലും പോയോ എന്ന് ചോദിച്ചു. പിന്നെ ചില സീൻസ്, പിന്നെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എനിക്ക് അത്രയ്ക്കൊന്നും വർക്കായില്ല. എന്താന്ന് വെച്ചാൽ ഈ സിനിമയിൽ മീരാൻ ജഫ്രീനെ എന്നെ നയിക്കുന്നു പറയുന്നുണ്ട്. ഇതിങ്ങനെ കരഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യിപ്പിക്കും, എൻ്റെ മാധവന് കരഞ്ഞ് മെഴുകിപ്പിക്കും. എന്നിട്ട് പറയും മീരാൻ ജഫ്രിയും പ്രീത്തും പിന്നെ ഞങ്ങളായി പറയാൻ പറഞ്ഞിട്ട് മാധവൻ്റെ മാളാണ് പ്രീത്ത് പടത്തിൽ നായികയാണ്. ഞാനായിട്ട് ലേപ്പൻ കൂടുതൽ ഇവരെല്ലാവരും കുടുംബക്കാരി. ഒരു ട്വിസ്റ്റ് കണ്ടിട്ട് സത്യം പറയാല്ല, എവിടെ നിന്ന് കിട്ടിയടാ ഈ ദുരന്ത ട്വിസ്റ്റ്? ആ ട്വിസ്റ്റിൻ്റെ ആവശ്യമില്ല. വേറൊരു ഇതൊക്കെയാണ് നെഗറ്റീവ്സ്. ഇനി ഹൈലി പോസിറ്റീവ്സിലൂടെ എടുക്കുക. ഹൈലി പോസിറ്റീവ്സ് വോയിസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയാനുള്ള മാധവൻ എൻ്റെ പെർഫോമൻസാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ അജയ് ദേവ്ഗൻ പൊളിച്ചു. ജഗ്പ്രീത് സിംഗ് കുഴപ്പമില്ല, അബവ് ആവറേജ് പെർഫോമൻസ്. അത് ജസ്റ്റ് പോസിറ്റീവിലോട്ട് പറയാമെന്ന് വെച്ചാൽ ചുമ്മാ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ഹൈലി പോസിറ്റീവ്സും ഇതിൽ ചേർന്നുണ്ട്, അതുകൊണ്ട് പറയുന്നത് ആണ്. പിന്നെ മീസാൻ ജഫ്രി പൊളിച്ചിട്ടുണ്ട്. പറയാൻ മറന്നു കേട്ടോ, ജഫ്രി മീസാൻ ജഫ്രിയും കൂടി ഒരു ഫേസ് ഓഫ് കയറുന്ന സീൻസ് അത് അത്യാവശ്യം നൈസായിരുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ അത്യാവശ്യം ചിരിക്കാനും ഒരുപാട് എൻജോയ് ചെയ്യാനും പറ്റി. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കൂടി ഒരു
മറ്റേ ഇങ്ങേരുടെ ഇൻട്രോ എന്ന് പറയണത്, ഇതെൻ്റെ ഇൻട്രോ എന്ന് പറയണത് ഒരു പാട്ടിലൂടെ, ഒരു പഞ്ചാബി സ്ലാങ്ങിൽ വരുന്ന ഒരു പാട്ട്. അത് അവിസ്രയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടിൻ്റെ ഇടയിൽ ഈ ജാവേദ് ജഫരിയും മീത ജഫരിയും കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു പോർഷനിൽ. അത് അത്യാവശ്യം നൈസായിരുന്നു കേട്ടോ, ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്തു. ആൻഡ് ഹീസ് അണ്ടർ റേറ്റഡ് ഡാൻസ് ഇൻ ഹിന്ദി ഫിലിം. ഒരുപാട് അങ്ങ് ഞാൻ എന്ത് പറയണ്ടെന്ന് പറയാൻ പറ്റണില്ലടേ, എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് അത് അത്യാവശ്യം പൊളിയായിരുന്നു. പിന്നെ ഗൗതമി കപൂർ കൊള്ളാം. കംബാക്ക് ഒരുപാട് നാളെ ശേഷം ഞാൻ അവരൊക്കെ. പിന്നെ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് പാർട്ട് ഓർമ്മിപ്പിച്ചിട്ടാണ് തുടങ്ങുന്നത്. അതൊക്കെ അത്യാവശ്യം നൈസായിട്ടാണ് തോന്നിയത്. കാരണം പിന്നെ ഒരു കാര്യം ഞാൻ നെഗറ്റീവ് പറയാൻ മറന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് പാർട്ട് വിചാരിച്ചു, ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് ഇഷ്ടമല്ലെങ്കിൽ, മീൻസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ വഴി പറഞ്ഞേക്കരുത്. കാരണം അവർക്ക് ഇത് പിടിക്കില്ല. അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. എല്ലാ പടത്തിനും നിരന്തരമായിട്ട് കൊടുക്കാൻ പോവാണ്. എന്തായാലും എൻ്റെ റേറ്റിംഗ് 10ൽ 7.5. ഇറ്റ്സ് കൺഫേംഡ്. എന്തായാലും ഇത്ര എനിക്ക് പറയാൻ മറന്നിട്ട്. പാട്ടും ബീജിയും വിഷ്വൽസും അത്യാവശ്യം നൈസായിരുന്നു. ആർട്ടും കൊള്ളാം. കാസ്റ്റിൻ്റെ ആക്ടിങ് എന്തെങ്കിലും അവരേറ്റ് തോന്നിട്ടു. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ള ബാക്കിയുള്ള ഞാൻ പറഞ്ഞും കൂടെ ആക്കണില്ല, ഒരുപാടായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. പറയാൻ മറന്നു, ഇതിൻ്റെ ഒരു പാട്ട് റിയാക്ഷനുണ്ട്. അത് ഇതിൽ അപ്ലോഡായ ശേഷം അതും വരും, ഓട്ടോമാറ്റിക് വന്നോളും. എന്തോ നമ്മുടെ അനിരുദ്ധൻ അപ്ലോഡ് ചെയ്തൊരു പാട്ട്, അതിൻ്റെ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞാൽ അതാമത്തെ സഹായിക്കുക. ബൈ ബൈ, ഓൾ ഹെൽ ദ വേൾഡ്.